മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇടുക്കി ചൊക്രമുടിയിൽ നടന്നത് ആസൂത്രിത ഭൂമികൊള്ള. ഭൂമാഫിയ കയ്യേറിയത് 25 ഏക്കറോളം വരുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമിയെന്ന് മൂന്നാർ സ്പെഷ്യൽ ടീമിന്റെ റിപ്പോർട്ട്. കയ്യേറ്റം ചൊക്രമുടിയുടെ പരിസ്ഥിതിയാകെ തകർത്തുവെന്നും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. കെട്ടിട നിർമ്മാണത്തിന് NOC നൽകിയ ദേവികുളം തഹസിൽദാർ D. അജയൻ, താലൂക്ക് സർവേയർ ലിബിൻ രാജ് RB എന്നിവർക്ക് എതിരെയും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്തയാണ്. ആ വാർത്തയിൽ ഈ റിപ്പോർട്ട്, സ്പെഷ്യൽ ടീമിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ ഗുരുതര പരാമർശങ്ങളുണ്ട്, വ്യക്തികൾക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങൾ? പ്രജീഷ്, ഇടുക്കി ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് നിരന്തരമായി വാർത്തകൾ നൽകി വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് IG K. സേതുരാമൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതായത് ഇടുക്കി ചൊക്രമുടിയിൽ നടന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഭൂമികൊള്ള തന്നെയാണ് എന്നതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഒരു പട്ടയരേഖ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി സർക്കാർ സംവിധാനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നതാണ് ആ റിപ്പോർട്ടിൻ്റെ സാരാംശമായിട്ടുള്ളത്. ആ ഭൂമി കയ്യേറ്റത്തിൽ അതിൽ ഒത്താശ ചെയ്തവരിൽ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുണ്ട്, സർവേ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കാരണം ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഒരു കാരണവശാലും നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കാൻ കഴിയാത്തൊരു ഭൂമിയാണ്. റെഡ് സോണിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലത്താണ് ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ നടക്കുന്നത്. 12 മാസമായി ആ നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ട് ഒരു നടപടിയും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് മൂന്നാർ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പോയി പരിശോധിച്ചിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ IG K. സേതുരാമൻ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഭൂമി കയ്യേറിയിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് ഒത്താശ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും റവന്യൂ വകുപ്പ് അടിമുടി ദുരൂഹമായിരുന്നു. മന്ത്രിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ. നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്ന ഇതിലെ കണ്ടെത്തൽ ഗുരുതരമായിട്ടുള്ള കൊള്ള പുറത്തേക്ക് വിടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെട്ടതാണ്. ഇതിന്മേലൊരു നടപടി അത് ഏത് രീതിയിൽ വരേണ്ടിയിരിക്കുന്നു? കോടതിയുടെ ഒക്കെ തന്നെ ഒരു നിരീക്ഷണം എന്ന നിലയിലൊക്കെ തന്നെ. പ്രജീഷ്, ഇനി കോടതിയുടെ നടപടി വേണം, സർക്കാരിൻ്റെ നടപടി വേണം. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഉദ്യോഗസ്ഥരുടെ ഒത്താശ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൃത്യമായും 2 ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് വരെ പരാമർശമുണ്ട്. ദേവികുളം തഹസിൽദാരുടെയും താലൂക്ക് സർവേയർ വിപിൻ്റെയും പേരെടുത്തുള്ള പരാമർശമുണ്ട്. കാരണം ഈ വിപിൻ ആ ഭൂമി പോയി പരിശോധിച്ചു എന്നതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഉടുമ്പൻചോല തഹസിൽദാർ ഈ കയ്യേറ്റത്തിന് ആ ഘട്ടത്തിൽ ഒത്താശ ചെയ്തിരുന്നത് ആ സമയത്തുണ്ടായിരുന്ന ഉടുമ്പൻചോല തഹസിൽദാരുണ്ട്. അതോടൊപ്പം തന്നെ ബൈസൺ വാലി വില്ലേജ് ഓഫീസറുണ്ട്. ഇവരടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി, ക്രിമിനൽ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന ശുപാർശയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം മറ്റെവിടത്തെയോ ഒരു പട്ടയരേഖ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിലൂടെ അവർ കണ്ടെത്തിയിരിക്കുന്ന അത്തരത്തിലൊരു സംശയമാണ് ആ അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം 65-70 കാലത്തെ ഒരു പട്ടയരേഖയുമായിട്ട് വരുന്നു. ഈ ഭൂമിയാണെങ്കിൽ സർക്കാരിൻ്റെ പുറമ്പോക്കാണ്, അവിടെ ഒരു തരത്തിലും പട്ടയം അനുവദിക്കാൻ കഴിയുന്ന ഭൂമിയല്ല എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അത് വന്യമൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ്, വരയാടുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. അവിടെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. നമുക്കറിയാം വയനാട്ടിൽ എന്താണ് സംഭവിച്ചതെന്നത്. ഇവിടെ ഈ പരിസ്ഥിതിയെ ആകെ തകർത്തുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒക്കെ അടക്കം ഇനി തുടർന്ന നടപടികളൊക്കെ വരേണ്ട റിപ്പോർട്ടിലെ ആ കണ്ടെത്തലുകളാണ് ബിനിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇടുക്കി ചൊക്രമുടിയിൽ നടന്ന ആസൂത്രിത ഭൂമി കൊള്ളയാണ്, ഉദ്യോഗസ്ഥ ഭൂമാഫിയയുടെ ഒക്കെ തന്നെ ഒത്താശയാണെന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലടങ്ങുന്ന വാർത്തയാണ്.